ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്ന ഏറെ വേദനിപ്പിക്കുന്ന ഒരു അപകട വാർത്ത എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയയിൽ ഉണ്ടായ വിമാന അപകടമാണ്. 28 യാത്രക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 181 യാത്രക്കാരുമായി തായ്ലൻഡിൽ നിന്ന് മടങ്ങിയ ജെജു എയർലൈൻസിന്റെ വിമാനമാണ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മുവാൻ വിമാനത്താവളത്തിൽ തകർന്നത്. 6 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. അപകടം പക്ഷിയിടിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിന്റെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ നമ്മൾ കണ്ടത്. 28 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടം. പക്ഷി ഇടിച്ചതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്ന് പ്രാഥമിക നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് കൂടുതലായി വ്യക്തമാകുന്നത്? പ്രിയ, വളരെ അതിദാരുണമായ അല്ലെങ്കിൽ അതിവേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് സൗത്ത് കൊറിയയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഈ വിമാനം 181 യാത്രക്കാരും 6 ജീവനക്കാരും ഉൾപ്പെടെ ഉള്ള ബാങ്കോക്കിൽ നിന്നും യാത്ര തിരിച്ച വിമാനമാണ്. ഇത് സൗത്ത് കൊറിയയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഇതിൽ 28 പേർ മരിച്ചു എന്നുള്ള ഔദ്യോഗിക വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള വാർത്താ ഏജൻസി ഇതുപ്രകാരമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കൂടാതെ ഇതിൽ പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ലാൻഡ് ചെയ്യുമ്പോൾ പ്രവർത്തിക്കേണ്ട വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ ഒരിക്കലും പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അതിൽ ലാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു വിഷമം നേരിട്ടതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. ഫ്രണ്ടിലുള്ള ആ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ ആ വിമാനത്തിൻ്റെ മുൻവശം റൺവേയിൽ ഉരയുകയും ആ ഉരഞ്ഞതിന് ശേഷം നിയന്ത്രണം വിട്ടുകൊണ്ട് ഈ വിമാനത്താവളത്തിൻ്റെ ചുറ്റുമതിലിൽ ചെന്നിടിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിമാനം അപകടത്തിൽപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ അതൊരു അഗ്നിഗോളമായി മാറുന്ന ഒരു കാഴ്ചയാണ്, ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അസർബൈജാനിൽ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വാർത്തകൾ പുറത്തു വഴിയുന്നത്. എന്തായാലും ഈ തുടർന്ന് വിമാന അപകടങ്ങൾ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് മറ്റുള്ള സുരക്ഷാ വീഴ്ചയൊന്നും സംഭവിച്ചതല്ല, മറ്റുള്ള ആക്രമണ ഭീഷണി മൂലമൊന്നും ഉണ്ടായതല്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ലാൻഡിംഗ് ഗിയർ കൃത്യമായി പ്രവർത്തിക്കാത്തത് കാരണമുള്ള അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. റൺവേ അവസാനിച്ചതിന് ശേഷവും വീണ്ടും റൺവേയിൽ നിന്ന് നിരങ്ങി നീങ്ങിയ വിമാനം ആ വിമാനത്താവളത്തിൻ്റെ ചുറ്റുമതിലിനോട് ഇടിക്കുകയും തൊട്ടടുത്ത നിമിഷം തന്നെ അതൊരു അഗ്നിഗോളമായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആശങ്കാജനകമായ ഒരു വിവരം പങ്കുവയ്ക്കാനുള്ളത്, മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പൈലറ്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ എന്തായാലും മരിച്ചു എന്നുള്ള ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വിലയിരുത്താൻ കഴിയുന്നത്. കാരണം മുൻവശമാണ് ആ വിമാനത്തിൻ്റെ മുൻവശമാണ് ആ റൺവേയോട് ചേർന്നുള്ള ഒരു മതിലിൽ ചെന്ന് ഇടിക്കുകയും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനത്തോടു കൂടി ഒരു അപകടം സംഭവിക്കുന്ന നിലയിലേക്ക് പോകുന്നത്. എന്തായാലും 2 പേരെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞതായി അഗ്നിശമന സേനയുടെ അവിടുത്തെ അഗ്നിശമന വിഭാഗങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം, ടെയിൽ സെക്ഷനിലുള്ള, കാരണം വിമാനത്തിൻ്റെ ഏറ്റവും പുറകിലുള്ള ടെയിൽ സെക്ഷനിലുള്ള ആൾക്കാരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഗുരുതരമായ പരിക്കേറ്റതായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ബോയിങ് കമ്പനിയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രാദേശിക സമയം 9:30 ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ പുലർച്ചെയോടെ, ഇനി അത് ദക്ഷിണ കൊറിയയിലെ പ്രാദേശിക സമയം 9 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വിമാനത്തിൻ്റെ അവസാന ഭാഗത്ത് ടെയിൽ സെക്ഷനുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത യാത്രക്കാരെ മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട്. ജീവനക്കാർ ഉൾപ്പെടെ മരണപ്പെട്ടതായാണ് പ്രാഥമികമായി നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. പ്രിയ, ശരി, എന്തായാലും ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്, ഭീകരമാണ്. വലിയ ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയിലാണ് വിമാന അപകടം ഉണ്ടായത്. 28 യാത്രക്കാർ മരിച്ചു. ഈ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. 181 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. പൈലറ്റ് ഉൾപ്പെടെ മരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അരുൺ നൽകിയത്.